അഭിലാഷ് തുടരുന്നുണ്ട്. അഭിലാഷ്, പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? യുവാവിന്റെ മൊഴിയെ പോലീസ് എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കുന്നത്? ഇപ്പോൾ യുവാവിൻ്റെതായിട്ട് മൊഴി പുറത്തു വരുന്നത് ഇരുവരും വിവാഹിതരല്ലാതെ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എന്നാൽ ഈ രണ്ട് കുട്ടികളെയും യുവതി കൊലപ്പെടുത്തിയതാണെന്നുള്ളൊരു മൊഴിയാണ് ഈ യുവാവ് പോലീസിന് നൽകിയിരിക്കുന്നത്. തന്നെയും കൊലപ്പെടുത്താൻ ഈ യുവതി ശ്രമിച്ചേക്കാം. ആ ജീവനിൽ ഭയന്നാണ് താൻ ഈ കുട്ടികളുടെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. തനിക്ക് ഒരു തരത്തിലും അറിയില്ലായിരുന്നു ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതാണ് എന്നുള്ള തരത്തിൽ ഒരു മാപ്പ് സാക്ഷിയെ പോലെയാണ് ഈ യുവാവ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ മൊഴി പോലീസ് ഒരിക്കലും അതിനെ ഒരു ഇതാക്കി എടുത്തിട്ട് അതിനെ വിശ്വസനീയമാണോ എന്നുള്ള കാര്യത്തിൽ ഇനിയും പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് 3 വർഷവും പിന്നെ ഈ അടുത്തിടയ്ക്ക് അങ്ങനെ 2 കുട്ടികൾ മരിച്ചിട്ടും ആ സമയത്ത് അതിനൊരു അസ്വാഭാവികത തോന്നാതെ ഇപ്പോൾ ഒരു അസ്വാഭാവികത പറയുന്നത് അതിൽ എന്തെങ്കിലും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ യുവതിയുമായിട്ടുള്ള ദാമ്പത്തിക പ്രശ്നങ്ങളാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ ഈ യുവാവ് തീരുമാനിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് വിവരം ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിൽ ദുർമന്ത്രവാദം എന്തെങ്കിലും, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കുട്ടികളെ കൊന്നത്, അവരുടെ അസ്ഥി സൂക്ഷിച്ചതൊക്കെ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രിയകൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് നമുക്ക് ഇനി വരും മണിക്കൂറുകളിൽ മറ്റൊരു കാര്യം അറിയാനുള്ളത്. കാരണം നമുക്കറിയാം, കുട്ടികളുടെ അസ്ഥിയൊക്കെ വെച്ചിട്ടും നരബലി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആംഗിൾ ഈ വാർത്തയ്ക്കുണ്ടോ, അല്ലെങ്കിൽ ഇവർ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ള കാര്യം കൂടി നമുക്ക് വരും മണിക്കൂറുകളിലാണ് അറിയാനുള്ളത്. ആ കാര്യത്തിൽ ഉൾപ്പെടെ പോലീസിന്റെ അന്വേഷണം കടക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ നിലവിൽ യുവതിക്കെതിരെ ആ യുവാവ് പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. തൻ്റെ ജീവനിൽ ഭയമുണ്ടെന്നും തന്നെയും ഈ യുവതി കൊല്ലാൻ സാധ്യതയുണ്ടെന്നും തൻ്റെ 2 മക്കളെയും കൊന്നതാവാനാണ് സാധ്യത എന്നുമുള്ള ഒരു മൊഴിയുമായിട്ടാണ് ഈ യുവാവ് ഒരു സഞ്ചി 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി പോയിരിക്കുന്നത്. അഭിലാഷിക്ക് വരെ ഇപ്പോൾ ഷാൻഡോ, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം, നമുക്കൊപ്പം ചേരുന്നു. ഷാൻഡോ, എന്താണ് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് ലഭ്യമായിരിക്കുന്ന വിവരം? ഇത് സംബന്ധിച്ച് യുവാവിന്റെ മൊഴി പോലീസ് പൂർണ്ണ വിശ്വാസത്തിലേക്ക് എടുത്തിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ആ പ്രദേശത്ത് നിന്ന് അറിയാൻ കഴിയുന്നത്? നമുക്ക് വ്യക്തമായിട്ടൊരു അറിവ് കിട്ടിയിട്ടില്ല. കാരണം ഞാനൊരു സമ്മേളനത്തിലാണ്. അപ്പോ ഈ പെൺകുട്ടിയുടെ വീട് ഞങ്ങളുടെ മറ്റത്തൂർ പഞ്ചായത്തിലാണ് എന്നുള്ളൊരു അറിവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയണുള്ളൂ. ഇതിൽ ഒരാൾ 26 വയസ്സ്, ഒരാൾക്ക് 21 വയസ്സ്. ഇതിനിടയിൽ 2 കുട്ടികൾ ജനിക്കുന്നു, 2 പേരും മരണപ്പെടുന്നു. അങ്ങനെ ദുരൂഹതകളും സംശയങ്ങളും നിരവധി നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബ പശ്ചാത്തലം, എവിടെയാണ് താമസം, അക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടോ, അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ കൂടുതൽ വ്യക്തമായ അറിവ് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോ മാധ്യമങ്ങളിൽ കൂടെ ഉള്ള അറിവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളൂ നമുക്ക്. യെസ്, ഷാൻഡോയുടെ വാർഡിൽ തന്നെയാണോ ഈ കുട്ടി താമസിക്കുന്നത്? എന്റെ വാർഡല്ല, ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. എന്റെ വാർഡല്ല, ഞാൻ സമ്മേളനത്തിലാണ്. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ശരി ഷാൻഡോ, വിവരങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം വീണ്ടും. എന്തായാലും ഇക്കാര്യത്തിൽ അവിടെ നാട്ടുകാർക്കടക്കം പുതിയ അറിവാണ്, ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം 2 കുട്ടികളുടെ മരണം, ഇതിൽ ഏറ്റവും ഒടുവിൽ ഉള്ള കുട്ടിയുടെ മരണം സംഭവിക്കുന്നത് 2 വർഷം മുമ്പ് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ലഭിക്കുന്ന വിവരം, ആ മൊഴിയും നൽകുന്ന സൂചനകളും അങ്ങനെയാണ്. 26ഉം 21ഉം വയസ്സുള്ള 2 പേരാണ്. ഇതിനിടയിൽ ഇവർക്കിടയിൽ സംഭവിച്ചത് എന്താണ്, എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോയത്, ഇപ്പോൾ യുവാവ് ഇത് ഏറ്റുപറയുന്നതിൻ്റെ കാര്യം എന്താ, അങ്ങനെ ദുരൂഹതകൾ നിരവധിയുണ്ട്. ഈ പിഞ്ചു നവജാത ശിശുക്കളുടെ മരണത്തിന് പിന്നിൽ അത് കൊലപാതകം തന്നെയായിരുന്നു, കൊലപാതകമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, ആഭിചാരിക ക്രിയ പോലെയുള്ള നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ആ ഞെട്ടിക്കുന്ന കാര്യങ്ങളുടെ എന്തെങ്കിലും സംശയമുണ്ടോ, അങ്ങനെ നിരവധി സംശയങ്ങൾ വരുന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം അടക്കം വളരെ തൃശ്ശൂരിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം വരുന്നത്. യുവതിയും യുവാവും കസ്റ്റഡിയിലാണ്. യുവതി തന്നെയും കൊല ചെയ്യുമോ എന്ന സംശയത്തിൽ യുവാവ് മൊഴി നൽകി എന്നതാണ്. ഇക്കാര്യത്തിൽ പോലീസ് കൂടി നൽകുന്ന വിശദീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ അതുണ്ടാകുമെന്ന് കരുതാം. അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിലാഷ്, ഇക്കാര്യത്തിൽ പോലീസിനെ പോലും അമ്പരപ്പിക്കുന്നതാവാം യുവാവ് നടത്തിയ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് ആദ്യവട്ട വിവരശേഖരണം കൊണ്ട് ഒരു നിഗമനത്തിലേക്ക് എത്തുക ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ നിലവിൽ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് അത് ഏറെ സങ്കീർണത ഉള്ളതാണ് താനും. കാരണം 26ഉം 21ഉം വയസ്സുള്ള 2 പേരാണ്. ഇത് സംബന്ധിച്ച് പോലീസിൻ്റെതായ എന്തെങ്കിലും ഒരു വിശദീകരണം കൂടുതലായി ലഭ്യമാവുന്നുണ്ടോ?
നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ 2 കുഞ്ഞുങ്ങളും ആൺകുട്ടികളാണ്. 3 വർഷം മുമ്പേ കുഴിച്ചിട്ടതും അതിനുശേഷം ഇപ്പോൾ അവസാനമായി കുഴിച്ചിട്ടതും 2 ആൺകുട്ടികളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ ഈ യുവതി പ്രസവിച്ചത് വീട്ടുകാരറിയാതെ എന്നുള്ളതാണ്. അത് വളരെ എങ്ങനെയാണ് ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു യുവതി ആരും അറിയാതെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ അതിനുശേഷം കുഞ്ഞുങ്ങളെ പ്രസവിച്ച കാര്യം മറച്ചു വെക്കുന്നത്, ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ളത് ആരോടും പറയാതെ കുഴിച്ചിടുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം വ്യക്തത ഇനി വരും മണിക്കൂറുകൾ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ യുവാവിൻ്റെ ഇപ്പം വളരെ വൈകിയുള്ള ഒരു തുറന്നു പറച്ചിൽ, പോലീസിൻ്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങളുടെ അസ്ഥി അടക്കം തെളിവുമായി തൊണ്ടിയുമായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ചെന്നിട്ട് തൻ്റെ പങ്കാളിക്ക് തൻ്റെ മക്കളുടെ മരണത്തിൽ പങ്കുണ്ട്, തൻ്റെ ജീവനും ഭീഷണിയാണ് എന്നുള്ള തരത്തിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നതിൽ ഇതിന് പിന്നിൽ നടന്ന ഇവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ എന്താണ്, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തർക്കങ്ങൾക്ക് ശേഷമാണോ ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിലിന് ഈ യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറിയത്, ഇതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും ഇവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ അസ്ഥികൂടം സൂക്ഷിച്ചു വെച്ചത് ദോഷം മാറാനാണ് എന്നാണ് ഈ യുവാവ് പോലീസിന് നൽകിയ മൊഴി എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ദുർമന്ത്രവാദപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, കുഞ്ഞുങ്ങളുടെ അസ്ഥി വെച്ചിട്ട് എന്തെങ്കിലും നരബലിയാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അതിന് രണ്ടുപേരുടെയും, യുവാവിൻ്റെയും യുവതിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ മൊഴി രേഖപ്പെടുത്തലും ചോദ്യം ചെയ്യലും ഒക്കെ വരും മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അത്ര കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. പുതുക്കാട് ഈ ഒരു യുവാവ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് 2 കുഞ്ഞുങ്ങളുടെ അസ്ഥികൂടവുമായി ഒരു സഞ്ചിയുമായി കയറി ചെല്ലുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഞെട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ആദ്യം ലഭിച്ച വിവരം എന്ന് പറയുന്നത് കുഞ്ഞു മരിച്ചുവെന്നും കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിച്ചിട്ടുവെന്നും മൃതദേഹം ഭാര്യ കുഴിച്ചിട്ടുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പിന്നീടാണ് അറിയുന്നത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത് ഈ യുവതിയുടെ പങ്കാളിയാണെന്നും ഇരുവരും അവിവാഹിതരായിരുന്നുവെന്നും ഇത്തരത്തിൽ കുഞ്ഞ് ജനിച്ച വിവരം പുറത്തറിയാതെ അതിനെ കുഴിച്ചിട്ടുമെന്നുള്ള വിവരങ്ങൾ പിന്നീട് വരികയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം 2 കുട്ടികളും ആൺകുട്ടികളായിരുന്നു. 2 പേരെയും ജനിച്ച ഉടൻ തന്നെ കുഴിച്ചിടുകയായിരുന്നു. അത് മരിച്ചതിന് ശേഷമാണ് കുഴിച്ചിട്ടതെന്നാണ് പറയുന്നത്. പക്ഷേ അത് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉടൻ തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇരുവരുടെയും മൊഴികൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം അവർ പറയുന്ന മൊഴികളിലെ വൈരുദ്ധ്യം അനുസരിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ തേടാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. എന്തായാലും ഇപ്പോൾ ഈ പ്രദേശം മുഴുവൻ, പുതുക്കാട് വെള്ളിക്കുളങ്ങര പ്രദേശം മുഴുവൻ ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിന്റെ ഞെട്ടലാണ് സജിത്ത്. ശരി, എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് തന്നെ വരുന്ന മണിക്കൂറുകളിൽ മടങ്ങി വരേണ്ടതുണ്ട്. കാരണം ഇതിൽ ദുരൂഹതകൾ ഏറെ ബാക്കി നിൽക്കുകയാണ്.